ഹായ് ഗൈസ്, അൺപ്ലഗ്ഡ് ടോക്ക് വിത്ത് ഉനേസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഫാസ്റ്റ് ഡോക്യുമെൻ്റ് കോർപ്പറേറ്റ് ബിസിനസ് പ്രൊവൈഡറിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ ഫൗണ്ടറുമായ മുഹമ്മദ് റസീൻ ഷുഹൈബാണ്. ഞാൻ അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ റസീൻ ഭായ്, പ്രത്യേകിച്ച് UAE അതേപോലെ തന്നെ ദുബായ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു മെയിൻ ഹബ്ബും കൂടിയാണ്. എക്സാക്ട്ലി. അപ്പോൾ നിങ്ങളുടെ ഒരു പാഷനാണോ അല്ലെങ്കിൽ ബിസിനസ്സാണ് ഇനിയുള്ള ഒരു ലോകത്തിൽ സാധ്യത എന്ന് തിങ്ക് ആക്കിയിട്ടാണോ ഈ ഒരു ബിസിനസ് പ്രൊവൈഡറിലേക്ക് നിങ്ങൾ വരുന്നത്? ഇപ്പോൾ ഉനൈസ് ഭായി പറഞ്ഞ പോലെ തന്നെ UAE ഒരു ബിസിനസ് ഹബ്ബാണ് അല്ലേ. ലോകത്തെ എല്ലാ ആൾക്കാരും, ഓരോ രാജ്യത്തുള്ള ആൾക്കാരും UAEയിലാണ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ കമ്പനി ഫോർമേഷൻസ്, അവരുടെ വിസ റിക്വയർമെൻറ്റ്സ്, അവരുടെ ബാങ്കിങ് സെക്ടേഴ്സ്, ഏറ്റവും വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് UAE. സോ ഫാർ അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് ഓൾറെഡി UAEയിലുണ്ട്. UAE കമ്പനി ഫോർമേഷൻസിനുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ട്രേഡ് ഹബ്ബ് കൂടിയാണ് UAE. പ്രത്യേകിച്ച് അല്ല, ഇപ്പോൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാ നമ്പർ 1 ബ്രാൻഡുകൾ എല്ലാവർക്കും ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഓഫീസെങ്കിലും ബ്രാഞ്ച് ഓഫീസെങ്കിലും UAEയിലുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെ നാട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഈ ഒരു കരിയറിനോട് അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വേണമെന്നുള്ളൊരു പാഷൻ കൊണ്ടുവന്നതാണോ, അതല്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ നോർമലി നമ്മൾ മലയാളികൾ എല്ലാവരും അങ്ങനെ ഒരു വിസിറ്റ് വിഷയമായിട്ടാണ് UAEയിലേക്ക് നോർമലി വരുന്നത്. അപ്പോൾ എത്തിപ്പെട്ട ഒരു മേഖലയാണോ അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ഇത് എടുത്തതാണോ? തീർച്ചയായിട്ടും എത്തിപ്പെട്ട ഒരു മേഖലയാണ്. അതായത് ആക്സിഡൻ്റലി എത്തിപ്പെട്ട ഒരു മേഖലയാണ്. പിന്നെ മനസ്സിലായി ഇതിൻ്റെ ഒരു സാധ്യതയും ഇതിൻ്റെ ഒരു ഗ്രോത്തും ഇതിൻ്റെ ഉള്ളൊരു റിക്വയർമെൻറ്റ്. അതായത് ഒരു ബിസിനസ് കൺസൾട്ടൻസി എത്രത്തോളം UAEയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഔട്ട്സൈഡർ, ഒരു ഇൻവെസ്റ്റർ ഫ്രം UK അല്ലെങ്കിൽ ഇന്ത്യ, ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ഒരു കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ. അപ്പോൾ എന്തായിരുന്നു ശരിക്കും റസീൻ ഭായിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, കരിയർ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? എഡ്യൂക്കേഷൻ മോസ്റ്റ്ലി കംപ്ലീറ്റ് ചെയ്തത് UAE തന്നെയാണ്. ഓക്കെ, ബ്രോട്ടപ്പ് ഇയർ. പിന്നെ MPA ആണ് PG ചെയ്തിട്ടുള്ളത്. പിന്നെ MPA ചെയ്തത് മാർക്കറ്റിങ്ങിലാണ് MPA ചെയ്തത്. പിന്നെ ഞാനൊരു ബിസിനസ് കൺസൾട്ടിങ് ഒരു ഫ്രീ സോണിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റാസൽ ഖൈമ ഫ്രീ സോൺ, അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര വർഷം ഉണ്ടായിരുന്നു? 2 years റാസൽ ഖൈമ ഫ്രീ സോണിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തു. അതായത് ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീടാണ് ദുബായിലേക്ക് മൂവ് ഓൺ ചെയ്തു. ദുബായിൽ നിന്നാണ് എനിക്കും ഒരു കമ്പനി ഓപ്പൺ ആക്കണം, പിന്നെ എൻ്റെ അടുത്ത് അതിനുള്ള റിക്വയർമെന്റ് ഉണ്ട് അനുസരിച്ചിട്ട് അതിനെ ശരിക്കും അന്ന് മാർക്കറ്റിംഗ് MBAയിൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് നേരെ ഒരു റാസൽ ഖൈമ ബേസ്ഡുള്ള ഒരു കമ്പനിയിലേക്ക് പോയി. അപ്പോൾ ആ കമ്പനിയിൽ കയറുന്നതോടുകൂടി മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ബിസിനസ് സർവീസ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലുള്ള നമ്മളെ ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ ഒരു അക്ഷയ ആ ഒരു ടൈപ്പിലേക്കാണ്. അപ്പോൾ MBA കഴിഞ്ഞ ഒരാൾ പ്രത്യേകിച്ച് എത്രമാത്രം ഒരു കോൺഫിഡൻസിലായിരുന്നു അന്നത്തെ അതിനെ ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന, അതായത് അന്ന് മാർക്കറ്റിംഗ് MBA എല്ലാം കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ പോകാമെന്നുള്ളൊരു അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ അതിൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു? നമ്മളുടെ തോട്ട് കുറച്ചും കൂടി ബ്രോഡർ വെർഷനാണ്. ഇപ്പോൾ ഒരു അക്ഷയ എന്ന് പറയുമ്പോൾ അതൊരു ആ ഒരു നാട്ടിലത്തെ ആൾക്കാരെ മാത്രം പ്രശ്നങ്ങൾ തീർക്കാനും അവരുടെ ഡോക്യുമെൻറ്റേഷൻ സൈഡ് മാത്രം ചെയ്യാനുള്ളതാണ് ഒരു അക്ഷയ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അവർ നോർമലി ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രൊഫഷണൽ വർക്ക്സ് ആണ്. നമ്മൾക്ക് we have clients from UK, China, we have clients from Azerbaijan, we have clients from Russia. സോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ഇൻ്റർനാഷണൽ ലെവലിലാണ്. ഒരു ടൈപ്പിംഗ് സെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ, ഒരു സ്റ്റാർട്ടപ്പും ചെയ്തിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ഇൻ ടു ബിസിനസ് കൺസൾട്ടിങ്, കോർപ്പറേറ്റ് സർവീസ് പ്രൊവൈഡ്. അതിപ്പോൾ ഫ്രീ സോൺ ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കി നോർമൽ എക്കണോമി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ അണ്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി UAEത്തെ ഫ്രീ സോൺസ് അപ്രോക്സിമേറ്റ്ലി 10 ഫ്രീ സോണിൽ രജിസ്റ്റേർഡ് ഏജന്റ് ആണ്. പിന്നെ മെയിൻലാൻഡ് ഓൾ 7 എമിറേറ്റ് വി ആർ കവറിങ് ചെയ്യുന്നുണ്ട്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്നും അറിയാതെ ഒരു കുറച്ച് എമൗണ്ടും കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ്സിൻ്റെ താല്പര്യം കൊണ്ട് UAEയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ 100% നിങ്ങൾ അല്ല ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എങ്ങനെ ബിസിനസ് തുടങ്ങണം എന്നുള്ള
ആ കംപ്ലീറ്റ് ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. തുടങ്ങൽ മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് ഓപ്പറേഷൻ ലെവലിലും കൂടിയുള്ള ആക്സസിനുള്ള വർക്കുകൾ നമ്മൾ പ്രൊവൈഡ് നിങ്ങൾ ആ ടീം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അക്കൗണ്ടിങ് ഫേംസ് ഉണ്ട് നമ്മൾ തന്നെ, ഫാസ്റ്റ് ഡോഗ്സ്, അതായത് ഈ കോർപ്പറേറ്റ് ടാക്സ് കംപ്ലൈൻസ്, ടാക്സ് കംപ്ലൈൻസ്, ഓഡിറ്റിംഗ്, പിന്നെ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ്, എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻ ലെവലിലുള്ള ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലസ് ഇത് അഡീഷണൽ നമ്മളെ ക്ലയൻസിന് നമ്മൾ ഓഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മളെ ക്ലയൻസ് ഏത് ക്ലയൻസ് കമ്പനി ഫോർമേഷൻ അറ്റ് വൺസ് ഇഫ് ദേ ആർ ഇൻ ടു അസ്, definitely we're going to help them in their accounts, their operations and into their marketing, digital marketing side. കംപ്ലീറ്റ് ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതെ, പാക്കേജ് ആയിട്ട് ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും അതിന്റെ സാധ്യതകൾ. അപ്പോൾ റസീൻ ഭായ്, നിങ്ങളുടെ ഈ ഒരു കമ്പനി എത്ര വർഷമായിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോകും? നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? അപ്രോക്സിമേറ്റ്ലി 4 years ആയി. I think 4 years successfully alhamdulillah അല്ലേ? So far running well. ഓക്കെ, നിങ്ങളെ ടീമും കൂടി ഇപ്പോൾ ഡെവലപ്പായി സെറ്റ് ചെയ്ത് ആ ഒരു ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ 100% ഞാൻ ചോദിച്ചു നോക്കട്ടെ, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് കാര്യം നോക്കുമ്പോൾ ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രക്ക് തരാം, അത്രക്ക് തരാം, അങ്ങനെ ഒരു ബ്ലൈൻഡായിട്ട്, അല്ലെങ്കിൽ ഒരു മിനിമം ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് നമുക്കൊരു പേയ്മെൻറ്റ് ഏത് കാര്യത്തിനുണ്ടാവും. അപ്പോൾ ഈ ഓഫറുകൾ കൊടുക്കുമ്പോൾ അതിലെത്രമാത്രം വസ്തുതകൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഓഫറിൻ്റെ പിറകിൽ പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ അത്രയും ബോട്ടം ലെവലിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടോ? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെറ്റായിട്ടുള്ള ഒരു എമൗണ്ട് കാര്യങ്ങളുണ്ട്. അത് എല്ലാ ആൾക്കാരും, അപ്പോൾ ഈ ഓഫർ കൊടുക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു 300 dirhams അല്ലെങ്കിൽ 400 dirhams നിങ്ങളുടെ ഫാമിലി നിങ്ങൾ UAE കൊണ്ടുവരൂ, അങ്ങനെ ഒരു ആഡ് ഓടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു റിയാലിറ്റി? അതല്ല, അത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്യാച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരിടുന്ന മാർക്കറ്റിംഗ് ഐഡിയാസ് ആണത്. ആക്ച്വലി അവർ ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഫസ്റ്റ് ഇനീഷ്യലി ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഫാമിലിനെ ഇൻസൈഡേക്ക് കൊണ്ടുവരാം, ശരിയാണ്. ബട്ട് ദ വിസ കംപ്ലീറ്റ് പ്രോസസ്സിന് അപ്രോക്സിമേറ്റ്ലി 2000 ബിറ്റ്വീൻ 2000 അതിനൊരു പ്രൈസ് ആവുന്നുണ്ട്. അത്ര എമൗണ്ട് അത് നോർമലി കൊടുക്കേണ്ട നമ്മൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പേ ചെയ്യേണ്ട ചാർജസ് ആണ്. അതിന് നമുക്ക് എന്തായാലും ഒരു ഇളവ് കിട്ടാനില്ല, അത് നോർമലി നമ്മൾ പേ ചെയ്യേണ്ടതാണ്. പിന്നെ ഫ്രീ സോൺസിനുണ്ട്. യെസ്, സം ഫ്രീ സോൺസ് ദേ ഓഫേഴ്സ്. ഓക്കെ, ഈ മന്ത് അവരുടെ പാക്കേജിൽ അവർ ഒരു 20% റിഡക്ഷൻ ചെയ്തിട്ട് ഈ മന്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മന്ത് ആണ് നിങ്ങൾ കമ്പനി ഫോർമേഷൻ ഞങ്ങൾ ആരെങ്കിലും വരുന്നത് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിലവിലുള്ള എന്താണോ ഓഫർ ഗവൺമെന്റ് ഓഫർ കൊടുക്കുന്നത് അത് അല്ലാതെ പരമാവധി ഇപ്പോൾ നിങ്ങളെ ഈ ഒരു ഫീസിൽ ഇളവല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ ഒരുപാട് സ്കാമേഴ്സ് വരികയും കംപ്ലൈന്റ് ആവുകയും കേസ് വരെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ നിന്നല്ല, ഈ ഒരു ബിസിനസ് സർവീസ് കൺസൾട്ടൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകണമെന്നും കൂടിയാണ് റസീൻ ഭായിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് സ്കാമേഴ്സ് ഉള്ളതാണ്, അതും ഈ ഒരു പുതിയൊരു വേൾഡിൽ. ഇതേപോലെ മറ്റൊരു സംഭവം റസീൻ ഭായ്, അതായത് ഫ്രീ വിസ എടുക്കുക എന്നുള്ള ഒരു നോർമലി അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. നോർമലി എന്തോ ഒരു ഫ്രീ വിസ, അങ്ങനെ ഒരു പ്രൊഫഷൻ UAE ഉണ്ടോ? ഫ്രീ വിസ എന്ന് പറഞ്ഞിട്ട് ഫ്രീ വിസ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷൻ ഇവിടെ UAE കറൻ്റ്ലി ഇല്ല. ഓക്കെ, ഒരാൾക്കും ഒരു പെർട്ടിക്കുലർ വിസയിലുള്ള വർക്ക് അല്ലാതെ ഫ്രീ ആയിട്ട് ഒരു വിസ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്യുക എന്നുള്ളൊരു നിലപാട് UAEക്കില്ല. UAEക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഇതുവരെ ഇല്ല, നിലവിൽ ഇല്ല. പിന്നെ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സെല്ല് ചെയ്യുന്നത് കൂടുതലും പിന്നെ ഒരു കമ്പനീൻ്റെ ബേസിലുള്ള ഒരു വിസ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകുക. ആ വിസ യൂസ് ചെയ്തുകൊണ്ട് അവർ മറ്റ് കമ്പനികളിൽ വിസ അഥവാ ലേബർ കാർഡ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്രീലാൻസ് വിസ, ലീഗൽ വേ ഓഫ് ഫ്രീലാൻസ് വിസ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉനേഷ് ഭായ് ഒരു ഇൻഫ്ലുവൻസറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കിട്ടി, ഇവിടെ ഒരു പ്രൊജക്റ്റ് കിട്ടി. ഫോർ 1 year യു ഗോട്ട് ടു ഇംപ്രൂവ് ദ സോഷ്യൽ മീഡിയ ഓഫ് സം കമ്പനി. ഓക്കെ, സോ 1 year ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് കിട്ടി. ആ പ്രൊജക്റ്റിന് 1 year വാലിഡിറ്റി, ആ പ്രൊജക്റ്റിന് കണക്കായിട്ടുള്ള 1 year വിസ ഇത് UAE പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു കോൺട്രാക്ട് ബേസിസ് പോലെ
അങ്ങനെ ഒരു ഫ്രീലാൻസ് ആയിട്ട് എന്തും അങ്ങനെ ഉണ്ട് അതാണ് ഫ്രീലാൻസ് ആയിട്ട് ടേം ഫ്രീലാൻസ് യൂസ്ഡ് ഹിയർ ഇൻ UAE ഈസ് ദാറ്റ് തിങ് വിച്ച് ഐ ഹാവ് മെൻഷൻഡ്. അതിന് എക്സാക്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം ഫോർ 1 year or 2 year or 3 year. അതിന് എക്സാക്ട് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, അതിനനുസരിച്ചിട്ടുള്ള 1 year അല്ലെങ്കിൽ 2 year ആ പ്രൊജക്റ്റ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു അത്രത്തോളമുള്ള വിസ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി അത്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ റസീൻ ഭായ് ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള കഴിവുകൾ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉള്ള ആൾക്ക് ലീഗലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ മീൻസ് ഇതേപോലെ നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഈ പോലെ മോട്ടിവേഷൻ ക്ലാസ്സസോ ട്യൂഷൻ സെൻറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിൽ അതിനുള്ള സാധ്യതയും കൂടി, അല്ലെങ്കിൽ ഒരു ലൈസൻസ് വിസ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അല്ലേ നോർമലി. അങ്ങനെ ഒരു പേഴ്സൺ വൈസിലും കൂടെ അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത്. അല്ലാതെ ഒരു ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. ഇറ്റ്സ് ദ കൈൻഡ് ഓഫ് സെല്ലിംഗ് വിസാസ്. ദേ ആർ സെല്ലിംഗ് എംപ്ലോയ്മെന്റ് വിസ ടു ഫോർ ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് സെല്ലിംഗ് എ വിസ, ദാറ്റ്സ് ഇറ്റ്. സെല്ലിംഗ് എ വിസ ഈസ് ഇല്ലീഗൽ ഹിയർ. അങ്ങനെ പുറത്തൊരാൾക്ക് വെറുതെ ഒരു വിസ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ഇല്ല മൊത്തം പറഞ്ഞാൽ. അത് ഇല്ലീഗൽ തന്നെയാണ് എങ്ങനെയാണെങ്കിൽ. അത് നോർമലി അങ്ങനെ ഒരു സംസാരം നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ആ ഒരു ക്ലാരിറ്റിക്കും വേണ്ടി ഞാനത് ചോദിച്ചു തന്നേ ഉള്ളൂ. പിന്നെ റസീൻ ഭായ്, അതായത് ഇപ്പോൾ ഒരുപാട് സ്കാമേഴ്സും കാര്യങ്ങളും കയറി വരുന്ന സ്ഥിതിയിൽ റസീൻ ഭായ്ക്ക് നമ്മളെ പബ്ലിക്കിനോട് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? എങ്ങനെ സ്കാമേഴ്സിൽ പെടാതിരിക്കാം എന്നുള്ളത്? സൂക്ഷിക്കുക എല്ലാവരും. സർവീസസ് എപ്പോഴും ഗവൺമെൻറ്റിന് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ആ പ്രൈസിങ് എന്തായാലും അവർക്ക് വരും എന്നുള്ള കാര്യം അവർ മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പോൾ ഒരു 100 dirhams വെറുത്തുള്ള ഒരു സാധനം ഒരാൾ 10 dirhamsന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംതിങ് ഇറ്റ് വിൽ ബി. ചിലപ്പോൾ ആ സാധനം കേടായിരിക്കാം, ചിലപ്പോൾ ആ സാധനം വർക്ക് വെച്ചു, ഒരു പക്ഷെ ആ സാധനം ഉണ്ടാവത്തേ ഇല്ല. ജസ്റ്റ് അതൊരു ഇമാജിനറി സെല് ചെയ്യുന്നതാണ്. സ്കാമേഴ്സ് എല്ലാ ഫീൽഡിലും ഉള്ളൊരു സംഭവമാണ് സ്കാമേഴ്സ്. അപ്പോൾ ആരാണോ അങ്ങനത്തെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത് പരമാവധി മേക്ക് ഷുവർ ദേ ഹാവ് പ്രോപ്പർ ഓഫീസ്, ദേ ഹാവ് പ്രോപ്പർ പീപ്പിൾ ടു ഡു ദ വർക്ക്. പിന്നെ എല്ലാ ഗവൺമെൻറ് ഇൻവോയ്സസും എപ്പോഴും കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ക്ലയൻസിനും വട്ട് എവർ വി ഡു വർക്ക് വി ഗിവ് ദം എക്സാക്ട് ഗവൺമെൻറ് ഇൻവോയ്സസ്. ഗവൺമെൻറ് എന്താണ് ഇൻവോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഗവൺമെൻറ് ഇൻവോയ്സസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് നമ്മളെ സർവീസ് ചാർജ്, ഓഫ് കോഴ്സ് നമ്മളെ സർവീസ് ചാർജ് ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് ഇൻവോയ്സ്. അല്ലാതെ നമ്മൾ ഈ ഒരു ഓൺലൈനും കാര്യങ്ങളും ഇത് വരുന്നതനുസരിച്ച് ഓൺലൈനിലാണ് ഓക്കെ നിങ്ങൾ ഇത്ര പേയ്മെൻറ്റ് ചെയ്തോളൂ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞ അന്ന് റസീൻ ഭായിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എയർപോർട്ടിലുണ്ടായ ഒരു ഇഷ്യൂ, അതായത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ബോർഡിംഗ് പാസിൽ മാത്രം ചേഞ്ചസ് വരുത്തി അത് ഞാൻ നിങ്ങളെ അറിയിച്ച് ഇങ്ങനെ ഒരു തർക്കം നടക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസൻ്റ്ലി എങ്ങനെ വേണമെങ്കിലും സ്കാമേഴ്സിനെ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. മീൻസ് ഇതേപോലെ വിസിറ്റ് വിസയിൽ അന്നത്തെ ആ ഒരു 6 മാസം വരെ ഓവർ സ്റ്റേ ആയ ഒരു സംഭവം നിങ്ങൾക്കറിയാം. അതായത് നമ്മളെ ഈ ഡേറ്റ് മാത്രം മാറ്റിയും കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മാത്രം കാണിച്ച് അവരെടുത്ത് ഒരു 100 dirhamsൻ്റെ എന്തോ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ പറയുന്ന പോലെ ഓൺലൈൻ മീഡിയയിൽ കിട്ടുന്ന ആൾക്ക് ഓൺലൈൻ പൈസ അയച്ചു കൊടുത്തു. അതിൽ വന്ന ഇഷ്യൂസ്. അപ്പോൾ അങ്ങനത്തേന് നമുക്ക് ഒരു തടയിടാൻ പറ്റുക എന്നുള്ളത് പ്രോപ്പറായിട്ട് ഇതേപോലെയുള്ള ഓഫർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പനീസ് കാര്യങ്ങൾ എങ്ങനെ ജെന്യൂൻ ആണോ അവരുടെ ഓഫീസും മറ്റു കാര്യങ്ങൾ കുറേ കമ്പനികൾ മേക്ക് ഷുവർ ചെയ്താൽ തന്നെ അവർക്ക് സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ റസീൻ ഭായ്, അതേപോലെ തന്നെ നമ്മളെ പുതിയ വരുന്ന ജനറേഷന് ഈ ഒരു ബിസിനസ് സർവീസ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരോട്, പുതിയ ന്യൂ ജൻ ആൾക്കാരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? പീപ്പിൾ ഹൂ അപ്രോച്ച് യു അവർ നമ്മളുടെ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസിനാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. യെസ്, ഇഫ് യു ആർ എ ബിസിനസ് മാൻ അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. ബട്ട് അത് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക കൊടുക്കാൻ പറ്റും. ദേ വിൽ നോട്ട് ലീവ് യു എവർ, ദേ വിൽ അഗെയിൻ ആൻഡ് അഗെയിൻ ദേ വിൽ കം ടു യു ഫോർ ദ സെയിം തിങ്. സോ എന്തെന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജെനുവിനായിട്ട് അവർക്കുള്ള സർവീസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ ഓഫ് കോഴ്സ് അവരുടെ ത്രൂ തന്നെ നമുക്ക് പല കോണ്ടാക്റ്റുകളും ഇപ്പോൾ പൂനേസ് വായിലേക്ക് നമ്മൾ എത്തിയത് പോലും അങ്ങനെയുള്ള ഒരു കോണ്ടാക്ട്സ് ത്രൂ ആണ് അത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സർവീസ് ഫീൽഡിൽ ജെനുവിനിറ്റി കീപ്പ് ചെയ്യുക, നമ്മൾ പരമാവധി ട്രാൻസ്പാരൻ്റ് ആയിരിക്കുക. ഇപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് ഒരു ഫേസ്
പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ഫേസ് ആവാതെ കംപ്ലീറ്റ്ലി ശരിക്കും ജെന്യൂൻ എന്താണോ അത് അത് കൊടുക്കുക അവർ എന്നുള്ളത്. ഫേസ് ചെയ്യുക. വട്ട് എവർ ദ റിപ്പോർട്ട് ഫ്രം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ദം. അല്ലാതെ റസീൻ ഭായി പിന്നൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ ചില വിസ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ റിജക്റ്റ് ആവുമ്പോൾ ഈ കൂടുതൽ പൈസ മേടിച്ച് അണ്ടർ ദ ടേബിൾ ഒരു പ്രോഗ്രാം ചെയ്തു കൊടുക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തന്നെയാണ് അല്ലേ? അത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ യു എയിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ അല്ലേ? എല്ലാത്തിനും അതിൻ്റേതായ, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ അത്രയ്ക്കും നമ്മുടെ ഇവിടുത്തെ റെസിഡൻസിനെ അത്രയ്ക്കും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പ വഴികൾ പലപ്പോഴും പലരും സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് പല ട്രാപ്പും കാര്യങ്ങളും വരിക എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളത്, നമ്മുടെ എന്തൊക്കെ ഇഷ്യൂസ് ബിസിനസ്സിലായിക്കോട്ടെ മറ്റു റെസിഡൻസ് ഇഷ്യൂസ് എന്തൊക്കെ വരികയാണെങ്കിലും എല്ലാറ്റിനും യു എ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ജെന്യുവനായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഏജൻസി ത്രൂ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ ഈസി വേ നമുക്ക് തുറന്നു കിട്ടുമെന്നുള്ളതാണ്. ഫാസ്റ്റ് ഡോഗ്സിൻ്റെ ഓപ്പറേഷൻ മാനേജർ ഫാത്തിമയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഫാത്തിമ, ഞാൻ ഒരുപാട് റീൽസ് ആഡൊക്കെ കാണുന്നുണ്ട്. ഫാമിലി വിസ ഒരു 300 ദിറംസ് അല്ലെങ്കിൽ 500 ദിറംസ് അങ്ങനെയുള്ള റീൽസ്. അപ്പോൾ മിനിമം ഒരു ചാർജ് എങ്കിലും ഉണ്ടല്ലോ, ഒരു എമിറേറ്റ്സ് ഐഡിക്ക് 200 സംതിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി വിസ കൊടുക്കുമ്പോൾ ഒരു ക്രൈറ്റീരിയ എന്താണ് അതിൻ്റെ? നോർമലി നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4000 സാലറി ഉള്ള ആൾക്കാണ് ഫാമിലി വിസ സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഈ 500 300 ഒക്കെ പറയുന്നില്ലേ, അത് ജസ്റ്റ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. അത് അവർക്കൊരു ലീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എമിറേറ്റ്സ് അടിക്കാൻ നമ്മൾ 300 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഫാമിലി വിസ ആ ഒരു റേറ്റിന് കിട്ടാൻ പോകുന്നില്ല. ഗവൺമെൻറ് ചാർജ് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2000-ൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അതിലൊരു സർവീസ് ചാർജ് മാത്രമേ നമുക്കത് കുറയാനായിട്ടുള്ളൂ. അതായത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ സർവീസ് ചാർജ്, അല്ലാതെ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഈ പേയ്മെന്റിലൊന്നും നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും 100% അത് കൊടുത്തേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അതിലൊരു റിയാലിറ്റിയും ഇല്ല. ഈ 500 300, അതായത് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ വിസിറ്റ് വിസ അങ്ങനെയാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ വെക്കേഷനും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് വരാൻ നിൽക്കുന്ന ഒരു സമയത്ത് കുറേ കൺഫ്യൂഷൻ ആൾക്കാർക്ക് പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു ഫാമിലി വിസ എടുക്കുമ്പോൾ സ്പോൺസർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു നിബന്ധനകൾ, ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 4000 സാലറി അവർക്കുണ്ടെങ്കിൽ നമുക്ക് വൈഫിനെ നല്ലതിൽ സ്പോൺസർ ചെയ്യാം. ലീഗലി നമുക്ക് സ്പോൺസർ ചെയ്യാം, വൈഫിനെ ആണെങ്കിലും കുട്ടീനെ ആണെങ്കിലും. അപ്പോൾ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മളെ സൈഡിൽ നമ്മൾ ആവശ്യമാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക? നമ്മൾക്ക് പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ, അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണോ അല്ലെങ്കിൽ നോർമലി അത് ഇന്ത്യൻ എംബസി അല്ല? നമ്മുടെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെയും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഇപ്പോൾ അത് അറ്റസ്റ്റേഷൻ കമ്പൽസറി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നമുക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് അവർ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റസ്റ്റേഷൻ സർവീസും കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് ഫാമിലി ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ വിസിറ്റ് വിസ അങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും ബെസ്റ്റ് ഇപ്പോൾ ഫാത്തിമ പറഞ്ഞ പോലെ ഒരു 2000 ദിർഹംസിൻ്റെ അകത്ത് നമുക്കൊരു ഫാമിലീനെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇൻഷുറൻസ് ഇതിൽ ഇൻക്ലൂഡ് ആണോ? ഹെൽത്ത് ഇൻഷുറൻസ് ദുബായ് വിസക്ക് ഇൻക്ലൂഡഡ് അല്ല, അതർ എമിറേറ്റിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ പല കാറ്റഗറിയിലുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്ത് ഏത് വേണമെങ്കിലും എടുക്കാമെന്നുള്ള. പക്ഷേ ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് ഇൻഷുറൻസ് പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് കുറേ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട് ഇൻഷുറൻസിന് തന്നെ. അതാ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസ് വെച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ അതിൽ തന്നെ നമുക്ക് സാലറി ആയിട്ടും ഡിവൈഡ് ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണ്? അത് മനസ്സിലായില്ല. മീൻസ് ഓരോരോ സാലറിക്കും ഓരോരോ ഇൻഷുറൻസിന്റെ ആ പോളിസി ഇവിടുന്ന് പോളിസി അപ്രൂവ് ആയി വരുന്നതിന് അതിന്റെ കുറച്ച് കാറ്റഗറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നോർമലി നമ്മളൊരു ഫാമിലി വിസ എടുക്കുമ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫാത്തിമ, നമുക്ക് പാരൻസിനെ ഇതേപോലെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് പാരൻസിനെ വരുമ്പോൾ? മിനിമം ഒരു 10,000 സാലറി ഉണ്ടായിരിക്കണം അവർക്ക്. ഓക്കെ, പിന്നെ 2 BHK ഇജാരി, അപ്പാർട്ട്മെന്റിന്റെ ഇജാരിയും കൂടെ. അതാണ് ഒരു നോർമൽ വരുന്ന ക്രൈറ്റീരിയ. പിന്നെ ബാക്കി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിൻ്റെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്യേണ്ടി വരിക? അതിൻ്റെ ഒന്നിച്ചിട്ട് പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, പിന്നെ അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലീഗലി ആയിട്ടുള്ള ഒരു പേപ്പറും കൂടി വേണം. ഓക്കെ, അത് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊന്ന് അസിസ്റ്റ് ചെയ്യും നിങ്ങളത് അതിന്റെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ അത് അസിസ്റ്റ് ചെയ്ത് കൊടുക്കും. അവരിപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട സംഭവമൊക്കെ ആക്കി കൊടുക്കും. ഓക്കെ, അവർ റെഡിയാക്കി വരികയാണെങ്കിൽ ക്ലയൻറ്റ് അങ്ങനെ തരികയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് റെഡിയാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത്രമാത്രം ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വയസ്സായ നമ്മുടെ പാരൻസിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ അതിന് ഒരു നൂലാമാലകളൊന്നുമില്ല. ഒരു മിനിമം കുറഞ്ഞ ഒരു 10,000 സാലറി ഉണ്ടായാൽ മതി. അപ്പോൾ അതിന് പുറമെയാണ് ഇൻഷുറൻസ് കാര്യങ്ങൾ. അവർ ആ ഏജിൻ്റെ ആ ഒരു കണക്കിന് ആ ഇൻഷുറൻസ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഫാത്തിമ, എന്തുകൊണ്ട് ഞങ്ങൾ ഫാസ്റ്റ് ഡോക്യുമെന്റ്സിലേക്ക് വരണം? ഞങ്ങൾ എല്ലാ സർവീസസും ഫാസ്റ്റായിട്ട് ചെയ്തു തരും. എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിലും ഗോ ത്രൂ ചെയ്യാം എനി ടൈം. അപ്പോൾ ഓക്കെ, ഇത്രയും വിലയേറിയ ടൈം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഫാത്തിമ. താങ്ക്സ്. കൂടുതലായിട്ട് എന്താണ് ഫാസ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ പ്ലാൻസ്, പുതിയ സ്റ്റാർട്ടപ്സ്, അങ്ങനെ എന്തെങ്കിലും പുതിയ വർഷത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? പുതിയ എന്തെങ്കിലും? ഇൻഷാല്ലാ വി ആർ കുക്കിംഗ് സംതിങ് അല്ലേ? തീർച്ചയായിട്ടും എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോഴാണല്ലോ പബ്ലിക്കിന് ആ ഒരു സർവീസ്, പ്രത്യേകിച്ച് സർവീസ് മേഖല കൂടിയാവുമ്പോൾ. പിന്നെ റസീൻ ഭായ്, ഒരു കാര്യം കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കൊരു ഇയർലി ഒരു പ്രോഗ്രാം പോലെ ഒരു കമ്പനി നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, മീൻസ് അവരുടെ ലേബേഴ്സിൻ്റെ വിസ കാര്യങ്ങൾ, പിന്നെ ലേബർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതൊക്കെ ചിലപ്പോൾ പലപ്പോഴും കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഇത് കൊണ്ടുപോകാത്ത കഫ്റ്റീരിയകൾ അങ്ങനത്തെ എല്ലായിടത്ത് പലപ്പോഴും ഓവറായി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അറിയുന്നത്. അപ്പോൾ ഇത് വിളിച്ച് നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്ന സിസ്റ്റം, ഇതാ നിങ്ങളുടെ വിസ ഇങ്ങനെ എക്സ്പയർ ആകാൻ പോവുകയാണ്, നെക്സ്റ്റ് മന്തിൽ ഇങ്ങനെ കഴിയാൻ പോവാണ്, അങ്ങനെ റിമൈൻഡിങ് സിസ്റ്റം കംപ്ലീറ്റ്, അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളുടെ ഓരോ ക്ലയൻസിനും നമുക്ക് നമ്മളുടേതായ പോർട്ടൽ കാര്യങ്ങളുണ്ട്. അപ്പം അവർ ജോയിൻ അവർ കമ്മ്യൂണിറ്റി, ആരൊക്കെയാണ് നമ്മളെ ക്ലയൻ്റ് ആയിട്ടുള്ളത്, അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ ഇതൊക്കെ നമ്മൾ പോർട്ടൽ ത്രൂ ഓട്ടോമാറ്റിക്കലി അവർക്ക് മെസ്സേജസ് കാര്യങ്ങൾ പോകും. ഇതൊക്കെ നെക്സ്റ്റ് മന്ത് 25th നിങ്ങളുടെ റിന്യൂവൽ ഉണ്ട്, ഒരു 1 month ബാക്ക് തന്നെ അവർക്ക് ഇമെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഫൈൻസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്ലയൻസിൻ്റെ പരമാവധി ഫൈൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അൽഹംദുലില്ലാ വളരെ വിജയകരമായിട്ട് തന്നെ നമ്മുടെ ഫാസ്റ്റ് ഡോക്യുമെൻറ്റ്സ് മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ സക്സസ്സും റസീൻ ഭായ്ക്കും ടീമിനും ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ.